Hello and welcome to yet another episode of AV Tiles and Sanitary Kollam. Kollate #1 tile shop. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നത് എക്സോട്ടിക് ടൈൽസ്, ക്ലാസിക് ടൈൽസ്, കണ്ടംപററി ടൈൽസ്. ഈ മൂന്ന് ടൈൽസിൻ്റെ ഡിഫറൻസ് ആണ്. എന്താണ് എക്സോട്ടിക് ടൈൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബോർഡിൽ കാണുന്ന ഈ ടൈൽസ് ഇത് ഒരടി സൈസുള്ള ടൈൽസാണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു കളക്ഷനാണ് ഒരു ശരാശരി എക്സോട്ടിക് ടൈൽസ്. എക്സോട്ടിക് ടൈൽസ് എന്ന് പറയുമ്പം ആദ്യകാലം മുതൽ, അതായത് ടൈൽസ് ഉണ്ടായ കാലം മുതലുള്ള ഡിസൈൻസ്, ആദ്യകാലത്തിൽ ഈ ഡിസൈൻസിന് വേണ്ടിയിട്ടാണ് ടൈൽ ടെക്നീക്സ് ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ തന്നെ ഇതിപ്പം പൊതുവേ നമ്മളിപ്പോൾ കാണുന്ന എല്ലാം മൊറോക്കൻ പ്രിൻറ്റ്സ് ആണ്. നമുക്ക് ഈ ബ്ലൂസ് കാണാം. ഈ ബ്ലൂവിൻ്റെ പല ഷെയ്ഡാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഇതിനകത്തും ബ്ലൂസും ബ്ലാക്സും ആണ്. ഈ ബ്ലൂസ് വരുന്നതെല്ലാം മെഡിറ്ററേനിയൻ പാർട്ടിൽ നിന്നാണ്. വേൾഡിൻ്റെ ഗ്രീസ് ഫോർ എക്സാമ്പിൾ ഒരു മെഡിറ്ററേനിയൻ കൺട്രിയാണ്. ടർക്കി, ഇസ്താംബുൾ, ഈ ഏരിയാസിൽ നിന്നാണ് ഈ ബ്ലൂ ഇൻഫ്ലുവൻസ് വരുന്നത്. നമുക്കറിയാം ചൈനയിലും ആദ്യകാലത്ത് വന്ന ടൈൽസ് എല്ലാം ഒരു ബ്ലൂ ടിഞ്ചുള്ള ടൈൽസ് ആയിരുന്നു. പഴയ പോർസ്ലൈൻ മഗ്സ് ഒക്കെ നമ്മുടെ പഴയ തറവാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കപ്പ്, ഗ്ലാസ് പ്ലേറ്റ്സ്, അതിനകത്തെല്ലാം ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ ഈ ബ്ലൂ കളേഴ്സ് നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു ഇന്ത്യൻ വേർഷൻ വന്നപ്പോൾ അത് പോർസ്ലൈൻ ചെയ്യാനുള്ള ടെക്നോളജി ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് മണ്ണും സിമെൻറ്റും അങ്ങനെ ബൈൻഡിങ് മെറ്റീരിയൽ വെച്ച് ഇന്ത്യൻ ആർട്ടിസൻസ് പ്രിപ്പയർ ചെയ്ത ഒരു വളരെ സുപരിചിതമായ ഒരു ടൈൽ ടെക്നിക്കാണ് ആത്തൻകുടി ടൈൽസ് എന്ന് പറയുന്നത്. ഇത് സംഭവം സെറാമിക് ടൈൽ ആണെങ്കിലും ഇത് ചെയ്തേക്കുന്നത് ഡിസൈൻ അതിനെ ബേസ് ചെയ്തേക്കുന്ന ആത്തൻകുടി ടൈൽസിൻ്റെ പുറത്താണ്. ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ വീടിന് കിട്ടുന്ന ഒരു ഫീല് അത് നമുക്ക് നോർമൽ ക്ലാസിക് ടൈൽസ് വിരിക്കുമ്പോൾ കിട്ടത്തില്ല. ഇതിൻ്റെ തന്നെ വേറെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇത് ആത്തൻകുടി ടൈൽസ് അല്ല, പക്ഷേ ഇതും ഒരടി സൈസാണ്. ആത്തൻകുടി ടൈൽസ് അല്ല, പക്ഷേ ഇത് സ്പെയിനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ടൈലാണ്. സ്പാനിഷ് ഡിസൈൻസ് ആണ് ഈ പിക്കോക്ക് ഫെദേഴ്സ് ഡിസൈൻ. പിന്നെ നമുക്ക് മൊറോക്കോയിൽ നിന്ന് വന്ന ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഒന്നുകൊന്ന് ടൈലാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കളേഴ്സ് വളരെ ക്ലാസിക് കളേഴ്സാണ്, എക്സോട്ടിക് കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ പക്ഷേ എന്ത് പറഞ്ഞാലും ആത്തൻകുടി ടൈൽസിൻ്റെ ഒരു ഭംഗി അത് വേറെ എങ്ങും കിട്ടത്തില്ല. പക്ഷേ ഇത് ബേസിക് ടൈൽസാണ്, സെറാമിക് ടൈൽസാണ്. ലോ ട്രാഫിക്കിനുള്ള ഒരു വീട്, ചെരുപ്പൊക്കെ ഊരി നമ്മൾ നടക്കുന്ന വീടുകളിലാണ് നമ്മൾ മോസ്റ്റ്ലി ഈ ടൈൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇത് അവൈലബിൾ ആണ്. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതൊരു എക്സോട്ടിക് ടൈൽസിൻ്റെ ഒരു പുതിയൊരു റേഞ്ച്, അതായത് ഇമ്പോർട്ടഡ് ടൈൽസ്, സ്ട്രേറ്റ്ലി ഇമ്പോർട്ടഡ് ഫ്രം ഇറ്റലി ആൻഡ് സ്പെയിൻ, അത് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. 100ഓളം കളക്ഷൻ ഉണ്ട്. കുറച്ച് കളക്ഷൻസ് നമ്മൾ ഇതിനകത്ത് അവസാനം കാണിക്കും, കാത്തിരിക്കാം. അപ്പം ഇനി നമ്മൾ ഇതിന് മാറി, ഇതിപ്പം എക്സോട്ടിക് ടൈൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. എക്സോട്ടിക് ടൈൽസിൽ നിന്ന് മാറി നമ്മളൊരു ക്ലാസിക് ടൈൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, ക്ലാസിക് ടൈൽസിനകത്താണ് ഈ വൈറ്റ്സ്, ക്രീംസ്, ലൈറ്റ് ഗ്രേസ്, അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു നല്ലൊരു എക്സാമ്പിൾ കജാരിയയുടെ എറ്റേണിറ്റിയുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ പേര് കെൻഡേറ മിസ്റ്റും കെൻഡേറ ഗ്രിസും. പേര് കേട്ടാൽ തന്നെ പല ആർക്കിടെക്ട്സും ഇൻറ്റീരിയർ ഡിസൈനേഴ്സും ദേ സ്വെയർ ബൈ ഇറ്റ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈൽ. കാരണം ഇത് വിരിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഒരു ഭംഗി അത് നമുക്കത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ഇതേപോലെ വേറൊരു ക്ലാസിക് ടൈൽ കജാരിയ ഇൻഫിനിറ്റിയുടെ ക്ലിപ്സ്റ്റോൺ സീരീസാണ്. 2x2 സൈസാണ്. ചെറിയ ടെക്സ്ചറുണ്ട് ഇതിനകത്ത്, ചെറിയ ടെക്സ്ചറോട് കൂടി വളരെ ഡീസാച്ചുറേറ്റഡ് കളേഴ്സാണ്. അതായത് ഡീസാച്ചുറേറ്റഡ് കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും കണ്ണിൽ കൊള്ളത്തില്ല. സോ ദേ ആർ വെരി ക്ലാസിക്. ചുറ്റും കാണും, നമ്മൾ റിയലൈസ് ചെയ്യത്തില്ല, നമ്മുടെ ലൈഫിന് ഒരു ആംബിയൻസ് തരും. പക്ഷേ നമ്മളെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ടൈൽ നമ്മൾ ഇവിടെ കാണുന്നത്, ഇത് ഒരു എക്സോട്ടിക് ടൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. എക്സോട്ടിക് ടൈൽ കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മൊറോക്കൻ ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. മൊറോക്കൻ ഡിസൈൻ വെച്ചാണ് ലെഡ്ജും ഫ്ലോറും ചെയ്തേക്കുന്നത്. ഇവിടെ വേറൊരു മൊറോക്കൻ ടൈല് വേറെ കളർ സ്കീം വെച്ചാണ് നമ്മൾ ഒരു ഷവർ വാൾ ആകാം ഒരു പക്ഷേ ഇത് ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ പ്ലെയിൻ കളേഴ്സിൽ തന്നെ പഞ്ചുള്ള കളേഴ്സാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാം. ഈ ഗ്രീനിനകത്ത് തന്നെ ഓരോ ടൈലും ഓരോ പ്രിൻ്റാണ്. അത് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷാണ്. പക്ഷേ സ്റ്റെയിൻ കോൺക്രീറ്റിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രിൻസ് ഏതാണെന്ന് വെച്ചാൽ അത് നിറ്റ്കോയുടെ പ്രാഡ സീരീസാണ്. സ്റ്റെയിൻ കോൺക്രീറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ അവസാനത്തെ സ്റ്റോപ്പാണ്. ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കാൻ. സംഭവം സെറാമിക് ടൈലാണ്, പക്ഷേ എക്സ്ട്രാ തിക്കാണ്, വെരി ഹൈ ക്വാളിറ്റി. സോ ക്ലാസിക്, ഇത് എക്സോട്ടിക് ടൈൽസ് കഴിഞ്ഞ് നമ്മൾ ക്ലാസിക് ടൈൽസ് കണ്ടു. ക്ലാസിക് ടൈൽസിൻ്റെ തന്നെ വേറെ കുറച്ചുകൂടെ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം. ഇത് തന്നെ ക്ലിപ്സ്റ്റോൺ സീരീസിൻ്റെ തന്നെ ഒരു ബ്രൗൺ ആൻഡ് ബേജ് കോമ്പിനേഷനാണ്. വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. മിക്കപ്പോഴും 5 സ്റ്റാർ ഹോട്ടൽസ് യൂസ് ചെയ്യുന്ന ഒരു കളർ പാലറ്റാണ്.
വളരെ കുറഞ്ഞ വിലയ്ക്ക് ലൈക്ക് അറൗണ്ട് 50 റുപ്പീസ് സ്ക്വയർ ഫീറ്റ് ആ ഒരു പ്രൈസിന് വരെ നമുക്ക് നമ്മുടെ ചെറിയ ബാത്റൂമിന് ഒരു 5 സ്റ്റാർ ലെവൽ ലുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ലുക്ക് ടൈലിന് വരുന്നത് ശരിക്കും അതിൻ്റെ ലൈറ്റിംഗ് പെർഫെക്റ്റ് ആകുമ്പോഴാണ്. ടൈലിന് ഇറ്റ്സെൽഫ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ടൈലിൻ്റെ പുറത്ത് നമ്മൾ എങ്ങനെ ലൈറ്റ് ചെയ്യുന്നു, ഏത് ടൈപ്പ് ലൈറ്റ് അടിക്കുന്നു, അതാണ് ശരിക്കും ആ റൂമിന് ആ ആംബിയൻസ് തരുന്നത്. അപ്പം ഈ ക്ലിഫ്സ്റ്റോൺ സീരീസിൻ്റെ ഇത് വളരെ സക്സസ്ഫുൾ ആണ്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് ഓഫ് ബ്രൗൺ ആൻഡ് ബേജ്. ഇവിടുന്ന് നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതായിരുന്നു കണ്ടംപററി. സോ എക്സോട്ടിക്, ക്ലാസിക് ആൻഡ് കണ്ടംപററി. എക്സോട്ടിക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യും, നമ്മുടെ മൂഡ് മാറ്റും, അല്ല നമ്മളെ ഒരു സോണിലേക്ക് കൊണ്ടുപോകും, നയിച്ചുകൊണ്ട് പോകും. അതേസമയം ക്ലാസിക് ടൈൽസ്, എക്സോട്ടിക് ടൈലാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഇത് ക്ലാസിക് ടൈൽസ് എന്ന് പറയുമ്പോൾ ഒരു ആംബിയൻസ് പോലെ നമ്മുടെ ചുറ്റും നിൽക്കും, ഒരിക്കലും നമ്മുടെ ശ്രദ്ധ പിടിച്ച് പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ബേസിക് ക്യാരക്ടറുമായിട്ട് അല്ലെങ്കിൽ ബേസിക് നമ്മൾ എന്തുവാണോ അതുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈലാണ് എക്സോട്ടിക്. ആസ് ഐ ടോൾഡ് യു, എക്സോട്ടിക് വരുന്ന പാസ്റ്റിൽ നിന്നാണ്. എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഒരു പാസ്റ്റ് ഒരു എഫക്റ്റ് ആണ്. ഇപ്പോൾ ഈ സ്റ്റെയിൻ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒറിജിൻസ് വരുന്നത് നമ്മൾ മണ്ണ് അല്ലെങ്കിൽ ചാണകം കൊണ്ട് ഫ്ലോർ ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെളി മണ്ണ് കൊണ്ട് ഫ്ലോർ ചെയ്ത കുടിലുകൾ പണ്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ കൈയുടെ പാട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം ഫ്ലോർ ഇട്ടിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് അതിനെ 2 ദിവസം ഉണക്കാനിട്ടേക്കും. ഈ 2 ദിവസം ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തേക്ക് ആ ഫ്ലോർ ഓക്കെ ആയിരിക്കും. 5-6 മാസം കഴിഞ്ഞ് വീണ്ടും ഒന്നെങ്കിൽ ഫ്രഷ് ചാണകം വെച്ച് അല്ലെങ്കിൽ ഫ്രഷ് ചെളിമണ്ണ് വെച്ച് വീണ്ടും ഒരു ലെയർ അതിൻ്റെ പുറത്ത് ചെയ്യേണ്ടി വരുമായിരുന്നു. ഏകദേശം അതിൻ്റെ റിമൈൻഡറാണ് ഈ ടൈൽസിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇറ്റ് ടേക്സ് അസ് ടു ഹിസ്റ്ററി, ഇറ്റ് ടേക്സ് അസ് ബാക്ക് ഇൻ ടൈം. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഈ മൊറോക്കൺ ടൈൽസും ഇതൊക്കെ ഒരു പോയ കാലത്തിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ജീനിയസ് ആണ് ഇതിനകത്ത് ഷോക്കേസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി ടേക്കിംഗ് അസ് ടു ദ പാർട്ട് എക്സോട്ടിക്. അപ്പം എക്സോട്ടിക് മെറ്റീരിയൽസ് പാസ്റ്റിൽ മാത്രം ആയിക്കൂടണമെന്നില്ല. അപ്പം ഈ കണ്ടംപററി ടൈംസിൽ എന്തെങ്കിലും എക്സോട്ടിക് ആവണമെങ്കിൽ അതെന്തുമായിരിക്കും, അവിടെയാണ് നമ്മുടെ ഈ 3rd കാറ്റഗറി വരുന്നത്, അതായത് കണ്ടംപററി ടൈൽസ്. സോ കണ്ടംപററി ടൈൽസ് ആർ ഓൾസോ എക്സോട്ടിക് ടൈൽസ്, ബട്ട് ദേ ആർ മോർ ലൈക്ക് ഇൻ ടുഡേസ് വേൾഡ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മൾ ഈ കാണുന്ന സ്റ്റെയിൻ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന കജാരിയ എറ്റേണിറ്റിയുടെ ഹ്യൂജ്ലി സക്സസ്ഫുൾ, ഒരു കുറഞ്ഞ 10 വർഷമായിട്ട് മാർക്കറ്റിലെ ഏറ്റവും ഫേവറേറ്റ് ടൈൽസിൽ ഒന്നാണ് ഓസ്ലോ സീരീസ്. ഓസ്ലോ ഒരു തണുത്ത പ്രദേശമാണ്. ഓസ്ലോയിൽ നല്ല തണുപ്പും ഒരുപാട് പോഡ്സും എല്ലാം. ഈ കളേഴ്സ് ഓസ്ലോയിൽ ഉപയോഗിക്കത്തുമില്ല. ഓസ്ലോ ഒരു നോർഡിക് കൺട്രിയാണ്, സ്കാൻഡിനേവിയൻ കൺട്രിയാണ്. അവർ ഡാർക്ക് കളേഴ്സാണ് ഇഷ്ടപ്പെടുന്നത്. ശരിക്കും ഇതും ഓസ്ലോ ആയിട്ട് ഒരു ബന്ധമില്ല, ജസ്റ്റ് പേരങ്ങനെ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ പേരിൽ എന്തോ ഒരു രാശിയുണ്ട്. കജാരിയയുടെ വൺ ഓഫ് ദ ഹ്യൂജ്ലി സക്സസ്ഫുൾ, ഇറങ്ങിയ സമയം മുതൽ ഇന്നേ വരെ ഒരേപോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ടൈലാണ് ഓസ്ലോ സീരീസ്. സോ ഓസ്ലോ സീരീസിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓസ്ലോ ബ്രോൺസും ഓസ്ലോ ഒക്രയുമാണ് കാണുന്നത്. ഇതാണ് കണ്ടംപററി ടൈൽസ്, കണ്ടംപററി ലേറ്റസ്റ്റ് ടൈൽസ്. ഇനി ഇതിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ ടൈൽസ് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ ഈ ഡിസൈൻ എവിടുന്ന് ഇത്രയും പോപ്പുലറായി എന്നുള്ളത്. അത് നമുക്ക് കാണണമെങ്കിൽ ഇതിൻ്റെ വേറൊരു വേർഷൻ കൂടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ കാണിക്കുന്ന ഇതും കണ്ടംപററി എക്സോട്ടിക് ടൈലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് മൊസൈക്ക് അല്ല, ബിഗ് മൊസൈക്സ്. നമുക്കറിയാം അധികം പഴക്കമില്ല, ഒരു 90കളിൽ ആദ്യ 2000കളിൽ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ നമ്മൾ വേസ്റ്റ് വന്ന ടൈൽ, മാർബിൾസ്, വീട്ടിനകത്ത് വിരിച്ച മാർബിൾസിൻ്റെ കട്ട് പീസുകൾ അത് തള്ളി ഉടച്ച് അതിനെ ഒരു ഇറഗുലർ ഷേപ്പ് ആക്കി കുറച്ച് സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും കൂടെ ചേർത്ത് നമ്മുടെ കാർ പോർച്ചുകൾ നമ്മൾ ഇത് വെച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് തന്നെ വലിയ മോൾസിലും വലിയ കൊമേഴ്ഷ്യൽ സ്പേസസിലും ഇന്നും വികസിത രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു കണ്ടംപററി ടൈലാണ്. അതേപോലെ നമ്മൾ എക്സോട്ടിക് ടൈൽസിലേക്ക് കൂടുതൽ വീണ്ടും പോവുകയാണെങ്കിൽ എക്സോട്ടിക് ടൈൽസിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഇവിടെ ഈ കാണുന്ന നിറ്റ്കോഡസ് സ്മഡ്ജ് ടെറാക്കോട്ട. നമുക്കിവിടെ എക്സോട്ടിക്കിനകത്ത് കജാരിയയുടെ ഡ്യൂറാടെക് സീരീസിൻ്റെ 40x40 മൊറോക്കൺ പ്രിൻറ്റ് ഇൻ ബ്ലാക്ക്, ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ്. ഇവിടെ അത് തന്നെ നമുക്ക് ഡീസാച്ചുറേറ്റഡ് ബ്ലൂ, ഡീസാച്ചുറേറ്റഡ് ഗ്രേ, ഡീസാച്ചുറേറ്റഡ് ബ്രൗൺ ആൻഡ് ഐവറി കളറിൽ. ഇത് വീണ്ടും വേറൊരു കജാരിയയുടെ ഡ്യൂറാടെക്. ഇതൊക്കെ 13 mm തിക്നെസ് ഉണ്ട്. കാർപോർച്ചിന് വിരിക്കാം. എക്സ്ട്രീംലി ഹൈ ട്രാഫിക് ബെയർ ചെയ്യുന്ന മെറ്റീരിയലാണ്. റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്ലോർ വിരിക്കാം, ബുട്ടീക്സിൻ്റെ ഫ്ലോർ വിരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഷോറൂം ഓണേഴ്സ് അല്ലെങ്കിൽ സെയിൽസ്മാനോട് ചോദിക്കണം നമ്മുടെ എത്ര ഫുട്ഫോൾ എടുക്കുന്ന ടൈലാണ്. കാരണം ഞാൻ പറഞ്ഞു ആ കാണുന്ന ടൈൽ ആത്തൻകുടി പ്രിൻ്റ് ഉണ്ടെങ്കിലും അത് നമ്മൾ ഒരുപാട്
ഷൂ ഇട്ട ഫുട്ഫോൾ എടുക്കത്തില്ല. സേ ഒരു 6 months to 1 year തേയ്മാനം കാണിച്ചു തുടങ്ങും. അതേസമയം ഈ ടൈൽസ് ഫുട്ഫോളിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഗ്ലേസ് അങ്ങനത്തെ ഗ്ലേസ് ആണ്. അപ്പോൾ ഇത് ഫുട്ഫോൾ എടുക്കും. അപ്പോൾ അങ്ങനത്തെ എഡ്യൂക്കേറ്റീവ് ഇൻപുട്സ് ഒരു സെയിൽസ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾ അടുത്ത ലെവൽ അതിൻ്റെ മാനേജർ ലെവലിലേക്ക് പോയി അത് ആവശ്യപ്പെടണം. ആവശ്യത്തിന് ഇൻഫർമേഷൻ കിട്ടുന്നില്ല, ഇൻഫർമേഷൻ ഇല്ലാതെ ടൈൽ മേടിക്കരുതെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഒരു ടൈലിനെ എക്സോട്ടിക് ഡിസൈൻസ് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ക്ലാസിക് ഡിസൈൻസും കളേഴ്സും മനസ്സിലാക്കി. ഇനി എക്സോട്ടിക്കും ഇതും തമ്മിൽ വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. അതായത് ഡാർക്ക് കളേഴ്സ്, ശരിക്കും റിച്ച് ബ്ലാക്ക് കളേഴ്സ്. ഫോർ എക്സാമ്പിൾ ടേക്ക് എ ലുക്ക് ഹിയർ. ഈ കാണുന്ന ഒരു ബ്ലാക്ക് ടൈൽ, ഇത് നമ്മൾ ഫ്ലോറിലോ വാളിലോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബി ടേംഡ് ആസ് എക്സോട്ടിക് ഇൻ എസ്തെറ്റിക് സെൻസ്. അപ്പം ടൈലിൻ്റെ സൈസ് വലുതാവുമ്പോൾ നമുക്ക് ഇപ്പം വലിയ സൈസ് 6 അടി 4 അടി അല്ലെങ്കിൽ 8 അടി 4 അടിയിലൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് ക്ലാസിക് മെറ്റീരിയൽ വൈറ്റ്സും ഗ്രേസും ബേജും ആണ് കൂടുതൽ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന എല്ലാം 8x4 സൈസ് ടൈലാണ്. നല്ലൊരു കളക്ഷൻ കൊല്ലം AVയിലുണ്ട്. നല്ല ഡിസ്കൗണ്ടിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതൊക്കെ എക്സോട്ടിക് വലിയ സൈസിൽ എക്സോട്ടിക് ടൈൽസ് ആണ്. എക്സോട്ടിക് എന്ന് വെച്ചാൽ ഇതൊരു എക്സോട്ടിക് മാർബിളാണ്, ബ്രേസിയ അറോറ. വളരെ റെയറും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ പ്രിൻ്റാണ്. ഇത് എക്സോട്ടിക് കാറ്റഗറിയിൽ വരും. കാരണം ഇതിൻ്റെ കളേഴ്സ്, ഇത് അറക്കയുടെ ഒരു ടൈലാണ്. ഇതിനകത്ത് നല്ല റിച്ച് ബ്ലൂസും ഗോൾഡും എല്ലാം, ഒരു ഫ്ലോയിങ് സ്റ്റോൺ ലാവാടെ, ഒരു ഫ്ലോയിങ് ലാവാടെ ലുക്കാണ്. ഭയങ്കര ഹൈ ക്വാളിറ്റി പോളിഷിംഗ് ആണ്. അതിനെക്കാട്ടിലും അത് ക്യൂട്ടോണിൻ്റെ മെറ്റീരിയലാണ്. അതിനെക്കാട്ടിലും ഹൈ ഡെഫിനേഷൻ പോളിഷ് ചെയ്ത ഒരു ടൈലാണ്. സോ പ്രൈസിലും ആ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന കജാരിയയുടെ ഒരു പെവിറ്റ് ഗ്രേ എന്ന് പറയുന്ന ടൈലാണ്. ഇത് ക്ലാസിക് ഇനത്തിൽപ്പെടും. കാരണം ഇതിൻ്റെ ബേസിക് കളർ വളരെ ഡള്ളാണ്, ഗ്രേ ആണ്. ഇത് നമ്മളെ ഒരിക്കലും നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യത്തില്ല വീട്ടിൽ. സോ നമ്മൾ ടൈലിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ആസ്പെക്റ്റും കൂടെ ഇനി അങ്ങോട്ട് കൺസിഡർ ചെയ്യണം. എടുക്കുന്ന ടൈൽ എക്സോട്ടിക് ആണോ അതോ ക്ലാസിക് ആണോ കണ്ടംപററി ആണോ, അത് നമ്മുടെ ടേസ്റ്റ് എന്തുവാണ്, നമ്മുടെ മറ്റ് ടേസ്റ്റുകൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് എക്സോട്ടിക് ആണോ ക്ലാസിക് ആണോ കണ്ടംപററി ആണോ, ഇത് മൊത്തത്തിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈൽ ഏതായിരിക്കും നമ്മുടെ ക്യാരക്ടറുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് അലൈൻ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇത് സ്റ്റാച്വാരിയോ പെർഹാപ്സ് ലോകത്തിലെ ഏറ്റവും എക്സോട്ടിക് മാർബിൾസിൽ ഒന്നാണ്. പക്ഷേ ഹിയർ ഈസ് എ ട്വിസ്റ്റ്. ഇത് സംഭവം മാർബിൾ ഫോമിൽ ഇത് എക്സോട്ടിക് ആണെങ്കിലും നമ്മൾ വീടുകളിൽ ടൈലായിട്ട് വിരിക്കുമ്പോൾ ശരിക്കും ഇത് ക്ലാസിക് ടൈൽ ഇനത്തിലാണ് പെടാറ്. അപ്പം ഇത് നമുക്ക് എക്സോട്ടിക് മാർബിൾ മേടിച്ച, ഒറിജിനൽ സ്റ്റാച്വാരിയോ മാർബിൾ മേടിച്ചാൽ അത് എക്സോട്ടിക് ആയിരിക്കും. പക്ഷെ നമ്മൾ ടൈൽ മേടിച്ചു കഴിഞ്ഞാൽ അത് വീടിനൊരു ക്ലാസിക് ലുക്കായിരിക്കും നൽകുന്നത്. വീണ്ടും ഒരു എക്സോട്ടിക് അഡ്മിറൽ ബ്രൗൺ എന്ന് പറയുന്ന കജാരിയയുടെ ബ്യൂട്ടിഫുൾ ഒരു ടൈലാണ്. ഇതിന് നമ്മൾ എക്സോട്ടിക് കാറ്റഗറിയിലാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പം ഈ സൈസ് അതിനകത്ത് വലുതാവുമ്പോഴും ചെറുതാവുമ്പോഴും എല്ലാ സൈസിനകത്തും നമുക്ക് എക്സോട്ടിക്കും ക്ലാസിക്കും കണ്ടംപററി മെറ്റീരിയൽസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ചില സ്പേസസ്, വീടിൻ്റെ ചില സ്പേസസ് നമുക്ക് വളരെ ചെറിയ സ്പേസസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കിച്ചൻ്റെ ഡാഡോ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലെഡ്ജ് വാൾ. ഫോർ എക്സാമ്പിൾ ഐ ഷോ യു. ഇതൊരു ലെഡ്ജ് വാൾ ആണ്. ഈ ലെഡ്ജ് വാൾ ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്തുവാണോ വാളിൽ ചെയ്ത അതേ ലൈറ്റ് ആൻഡ് ഡാർക്ക് വെച്ചാണ് നമ്മൾ സ്ലിറ്റ് ചെയ്ത് 15 സെൻറ്റിമീറ്ററിൻ്റെ സ്ലിറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ലെഡ്ജ് വാൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതേ ലെഡ്ജ് വാൾ ഇത് ഒരു ക്ലാസിക് കണ്ടംപററി രീതിയാണ്. ഇതൊരു കണ്ടംപററി രീതി. പക്ഷേ ഇത് തന്നെ നമ്മളൊരു എക്സോട്ടിക് രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ആ ലെഡ്ജ് വാൾ ഇതുപോലെ ഇരിക്കും. നമ്മളൊരു മൊറോക്കൺ പ്രിൻ്റാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ലെഡ്ജ് വാളാണ്. ഇനി കിച്ചൻ്റെ ഡാഡോ, അതായത് കിച്ചൻ്റെ സ്ലാബും കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഇടയ്ക്കുള്ള ശരാശരി 60 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ഒരു പോർഷനാണ്. ആ പോർഷനകത്ത് നമുക്ക് ടൈൽസ് ഒട്ടിക്കണമെങ്കിൽ അവിടത്തേക്ക് നമ്മൾ ഒരു പെർട്ടിക്കുലർ ജോണർ ഓഫ് ടൈൽസ് യൂസ് ചെയ്യും. ആ ജോണറിനെ നമ്മൾ പറയുന്നത് സബ്വേ ടൈൽസ് എന്ന് പറയും. അതിൻ്റെ കളേഴ്സ് സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിൻ്റെ സൈസ് കൊണ്ട് അത് എക്സോട്ടിക് ആവും. സോ യു സീ ദ മേട്രിക്സ് നൗ. എക്സോട്ടിക്കും കണ്ടംപററി ഇത് അത്ര സിമ്പിൾ ക്ലാസിഫിക്കേഷൻ അല്ല. അപ്പം ബേസിക്കലി പല ഫാക്ടേഴ്സ് അതിനെ ബാധിക്കും. ഇതിപ്പം പ്ലെയിൻ വൈറ്റാണ്. അപ്പം തിയറിറ്റിക്കലി പ്ലെയിൻ വൈറ്റ് ഷുഡ് ഗോ ഇൻ ടു ക്ലാസിക് കാറ്റഗറി. പക്ഷേ ആ പ്ലെയിൻ വൈറ്റ് തന്നെ സൈസ് ഇത്രയും ചെറുതാവുമ്പം, എൻ്റെ ഒരു കൈപ്പത്തിയുടെ സൈസേ ഉള്ള ആ ഒരു ടൈൽ, അങ്ങനെ വരുമ്പോൾ ഈ വൈറ്റ് എക്സോട്ടിക് ലുക്കായി മാറുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ ഓർഡിനറി കളേഴ്സ് എടുത്ത് അതിനെ എക്സോട്ടിക് ലുക്ക് ആക്കുന്നതെന്ന് വെച്ചാൽ സബ്വേ ടൈൽസാണ് അതിൻ്റെ ആൻസേഴ്സ്. അതുകൊണ്ട് പല പാശ്ചാത്യ വെബ്സൈറ്റിൽ എസ്പെഷ്യലി house.com നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നിറച്ച് അതിനകത്ത് സബ്വേ ടൈൽസാണ്. അവരെല്ലായിടത്തും അത് യൂസ് ചെയ്യും. ഇതിന് സബ്വേ ടൈൽസ് എന്ന് പേരിടാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഒറിജിനലി
വികസിത രാജ്യങ്ങളുടെ സബ്വേ സിസ്റ്റംസ്, ജപ്പാനിൽ, യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ സബ്വേസ്, അതായത് മേളിൽ റോഡിൻ്റെ താടി കൂടെ ഉള്ള അണ്ടർപാസസിനകത്താണ് ഈ ടൈല് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. വേറെ ആരും ഇത് ഉപയോഗിക്കത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ടൈലിന് സബ്വേ ടൈൽസ് എന്ന് പേര് വീണത്. ബേസിക്കലി ഇതും സബ്വേ ആയിട്ട് ഒരു ബന്ധവുമില്ല. സോ ഹിയർ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം ഇന്ത്യൻ മെയ്ഡാണ് നമ്മുടെ കയ്യിലുള്ള. വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. നല്ല സെലക്ഷനും നല്ല സെയിൽസും ഉള്ള മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു കാറ്റഗറിയിലാണ് ഇപ്പം ഞങ്ങൾ പുതുതായിട്ട് ഇമ്പോർട്ടഡ് ടൈൽസ്, അതായത് സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയിൽ ഉണ്ടാക്കാത്ത പുറത്തുണ്ടാക്കിയ ടൈൽസ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് കാണാം. അതിൻ്റെ കുറച്ച് സാമ്പിൾസ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാഴ്ചവെക്കുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സോട്ടിക് ടൈൽസിൻ്റെ ഒരു പുതിയ ശേഖരം, ഇമ്പോർട്ടഡ് ടൈൽസിൻ്റെ ശേഖരം, റിയലി ബ്യൂട്ടിഫുൾ ടൈൽസ് ടു ലൈറ്റ് അപ്പ് യുവർ കിച്ചൺ ഡാഡോ, യുവർ ഷവർ വാൾ, യുവർ ഹാൻഡ് വാഷ് ഏരിയ. ഈ 3 സ്ഥലത്തേക്കുമാണ് പർട്ടിക്കുലർലി ഞങ്ങൾ ഈ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് ആൻഡ് അൺബോക്സ്. So let's see what we have here. ഈ ടൈൽസ് ഇപ്പം നമ്മൾ കാണുന്നത് ശരിക്കും 4 ഇഞ്ച് ബൈ 4 ഇഞ്ചിൻ്റെ, നമുക്കിത് ഇവിടെ വെക്കാം. ശരിക്കും 4 ഇഞ്ച് ബൈ 4 ഇഞ്ചിൻ്റെ ടൈലാണ്. പക്ഷേ ഇത് 1 സിംഗിൾ ടൈലാണ്. ഇതിനകത്ത് ഈ ഗ്യാപ്സ് നമ്മൾ കാണുന്നത് അത് ഇൻബിൽട്ടാണ്. സിംഗിൾ ടൈൽ. നമുക്ക് കാണാം ഇവിടെ കിച്ചൻ്റെ വാളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാം കിച്ചൺസിൻ്റെ പല സ്പൈസസും ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ടൈലാണ്. ഈ ഗ്രീനാണ് ഇവിടെ നമ്മൾ കണ്ടത്. നമുക്ക് ഈ ടൈൽസ് തന്നെ നമുക്ക് വളരെ അക്വാറ്റിക് കളേഴ്സിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ദിസ് ഈസ് ആസ് യു ക്യാൻ സീ, ഇതിവിടെ നോക്കാം. ഇറ്റ്സ് മെയ്ഡ് ഇൻ സ്പെയിൻ ആണ്. ഈ ടൈൽസ് ചെറിയ റിബ്ഡ് ടൈൽസാണ്. എൻ്റെ വിരൽ പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇതെല്ലാം ഈ ഒരു ബാംബു ഫിനിഷാണ്, ഒരു ബാംബു പാറ്റേണിലാണ് ഇത് ചെയ്തേക്കുന്നത്. എറ്റ്ന സീരീസ് ആണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെർട്ടിക്കലി അപ്ലൈ ചെയ്യാം, ഹോറിസോണ്ടലി ആണ് ഇവിടെ കിച്ചൻ്റെ ഡാഡോയിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന പോലല്ല, ഇത് തിരിഞ്ഞു വരും. അതേസമയം ഇവിടെ ഈ വാഷ് ബേസിൻ്റെ ബാക്കിൽ ഇത് വെർട്ടിക്കലായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ ബാംബു ടൈൽസിൻ്റെ ഈ സൈസ് തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഇമേജസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ബാത്റൂം സ്പേസസ് അല്ലെങ്കിൽ കിച്ചൺ സ്പേസിന് എത്ര എക്സോട്ടിക് ഇതാക്കുമെന്ന്. ഇതിൻ്റെ 100ഓളം ഡിസൈൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇവിടെ വിപണിയിലുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് ഇത് കാണുക, ഇത് ബുക്ക് ചെയ്യുക. സോ ഐ ഹോപ്പ് എല്ലാ എപ്പിസോഡിനെ പോലെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഈ ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഹാപ്പി ഷോപ്പിംഗ്.